ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത് ഞാൻ എൻ്റെ നേത്രവാഴയ്ക്ക് ഇടവിളയായിട്ട് ഇഞ്ചി കൃഷി നടത്തുകയാണ്. ഇഞ്ചി നട്ടേക്കുന്നതിൻ്റെ ചോദിച്ചു കഴിഞ്ഞാൽ ഏത്തവാഴയിൽ നിന്ന് ഒരു സൈഡായിട്ട് നമുക്ക് ഇടവിളയായിട്ട് ചെയ്യുമ്പോൾ അതൊരു വരുമാനമായിട്ട് കിട്ടും. ആ ഒരു ഇഞ്ചി കൃഷിയാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. നമ്മുടെ പണ്ട് നമ്മുടെ മാതാപിതാക്കളുടെ ആ കാലഘട്ടങ്ങളിലൊക്കെ ഹൈറേഞ്ചിലും വയനാടുകളിലുമൊക്കെ ധാരാളം ഇഞ്ചി നടുവായിരുന്നു. മെയ് മാസത്തോടു കൂടി മേടം 10 ആ ഒരു ഡേറ്റാണ് തോന്നുന്നത്. അങ്ങനെ ഒരു ഡേറ്റിലാണ് മെയ് മാസത്ത് സാധാ കണ്ടമാണെങ്കിലും നല്ല ഇളക്കി മറിച്ച് കണ്ടം വെട്ടി മുറത്തിൻ്റെ ആകൃതിയിൽ വരണം, ആ രീതിയിലുള്ളൊരു കണ്ടമാണ് വെട്ടി ഇഞ്ചി കൃഷിക്കായിട്ട് അന്ന് നമ്മുടെ മുൻ തലമുറയുള്ളവരൊക്കെ കൃഷി ചെയ്തിരുന്നത്. അതിൻ്റെ അകത്ത് ഇഞ്ചി ഒടിച്ച് നേരത്തെ കിളിപ്പിച്ച് വെക്കും. 2-3 മാസം മുമ്പ് വേറെ അവരുടെ തന്നെ പറമ്പിൽ നിന്ന് ഇഞ്ചി പറിച്ച് മുളയാക്കിയെടുത്ത് കട്ട് ചെയ്ത് ചാണകപ്പൊടി എല്ലുപൊടിയൊക്കെ ഉള്ള മിശ്രിതങ്ങളൊക്കെ കൂട്ടി. ഇന്ന് വേപ്പിൻ പിണ്ണാക്ക് അത്രയില്ല, ഇപ്പോഴാണ് ഈ വേപ്പിൻ പിണ്ണാക്ക് ഇതായിട്ട് വന്നത്. ചാണകപ്പൊടി എല്ലുപൊടിയാണ് അവരുടെ ഏറ്റവും വലിയ രൂപമാണ്. പിന്നെ ചാരമൊക്കെ ഇടുമായിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അടുത്ത പടിയാണ് ഈ സൈഡ് വരിപ്പ് കൂരുക എന്ന് പറയും. മണ്ണുകൊണ്ട് കൂട്ടി അതിൻ്റെ അകത്തേക്ക് വളമൊക്കെ ഇടാനും ചെറിയ യൂറിയയും പൊട്ടാഷൊക്കെ അവരന്ന് വിടുമായിരുന്നു. അതിന് ചവറ് വെട്ടി വെക്കണം. കൊന്ന ചവറ് നല്ലതാണ്. അതുപോലെ തന്നെ പ്ലാവല, മരുതി ഏറ്റവും പ്രശ്നം മരുതിയില എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞാനിന്ന് ഇവിടെ ചെയ്തേക്കുന്ന ഇതുണ്ട്, ഏത്തവാഴയുടെ ഇടവേളയായിട്ട് ചെയ്തേക്കുന്ന ഇഞ്ചി കൃഷി. ഇഞ്ചിയാണ് ഇതിപ്പോൾ ഇങ്ങനെ ഈ വാഴയുടെ ഇടവശത്തെല്ലാം വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ കയ്പ്പൻ പള്ളയാണ് വെച്ചേക്കുന്നത്. കയ്പ്പൻ പള്ള വെച്ചേക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു കയ്പ്പുണ്ട്, അതൊരു ജൈവ കീടനാശിനി. നമുക്ക് ഈ ഇതിൻ്റെ മരുതിയിലയുടെ ഏതിൻ്റെയിലും വെക്കാം. അത് കഴിഞ്ഞ് പിന്നെ 8 കൂട്ടം പിണ്ണാക്ക് മിക്സ് ചെയ്ത ഒരു ചാണകം ലൈനിയുണ്ട്. ഇപ്പം 3 ദിവസമായി ചാണകത്തിൻ്റെ അകത്ത് 8 കൂട്ടം പിണ്ണാക്കുകൾ ഇട്ട് കാക്കി എല്ലാ ദിവസവും ഇളക്കി റെഡിയാക്കി വെച്ചേക്കും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഈ കയ്പ്പൻ പിള്ളയുടെ മുകളിലേക്ക് ഇനി അതൊഴിച്ച് നല്ല രീതിയിൽ ഇടും. അന്നേരം നല്ലൊരു ജൈവ വളപ്രയോഗമാണ്. ഇത് ഒരു 3-4-5 മാസം 7 മാസത്തോളം ഇതിന് കാലാവധി വേണം വിളഞ്ഞു കിട്ടാൻ. നമ്മുടെ കർഷക സുഹൃത്തുക്കളൊക്കെ ഇടവേളയായിട്ട് ഏത്തവാഴ വെക്കുമ്പോൾ പയറ്, ഇഞ്ചി, ചേന എന്ന് പറഞ്ഞാൽ ചേന പല ഇത് ഇടവിള കൃഷി ചെയ്യുക. അതുപോലെ തന്നെ ഈ ഇഞ്ചി കൃഷിയും ഒന്ന് ചെയ്ത് നട്ടു നോക്കുക. നമുക്കൊരു ചെറിയൊരു ഇടവേളയായിട്ട് ചെയ്യുമ്പോൾ അതൊരു ആദായ മാർഗ്ഗമാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, താങ്ക് യു.